എന്റെ മോളെ, അവൻ പഴനിക്ക് പോയിരിക്കുക. ഇന്നേക്ക് 4 ദിവസമായി അവൻ പോയിട്ട്. ചന്ദ്രനെ സത്യൻ വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയെന്നാ അയാളുടെ ഭാര്യ പറഞ്ഞത്. ഫസ്റ്റ് ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്തവനാ ഇനി ആണുങ്ങളെ കൊണ്ടുവരാൻ പോണത്. സത്യൻ വരുമ്പോ പറയണം നന്ദിനി വർമ്മ അന്വേഷിച്ച് വന്നിട്ട് പോയെന്ന്. ഹരഹരോ ഹരഹര. ഉദ്ദേശിച്ച കാര്യം നടക്കാൻ വേണ്ടി പളനി ആണ്ടവന്റെ അടുത്ത് പോയി ഒന്ന് കാവടിയാടി. ശൂല്യം കുത്തിയില്ലടാ മോനെ. അത് കാര്യം നടന്നു കഴിഞ്ഞിട്ട് അമ്മേ. ആ മേഡം, പ്രസാദം. നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചന്ദ്രനെ തേടി വന്നതാ ഞാൻ. ഒളിപ്പിച്ചു വെച്ചെന്നോ? മേഡം എന്തൊക്കെയാ പറയുന്നത്? എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാജിക് നടത്തി ഈ കേസ് തെളിയിക്കണമെന്ന് പളനി മുരുകനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ ഞാൻ. അഭിനയം വേണ്ട, പറ ചന്ദ്രൻ എവിടെ? ചന്ദ്രൻ ജാമ്യമില്ല വാറണ്ട. സി സത്യനാഥനെ അറസ്റ്റ് ചെയ്യാൻ. അയ്യോ മോനെ. പ്രൈം ന്യൂസ് പത്രാധിപർ ജനാർദ്ദനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് കുറ്റം. കഴിഞ്ഞ 4 ദിവസമായി നിന്നെ അന്വേഷിച്ചടക്കാം ഞങ്ങള്. ഞാൻ വന്നോളാം. അതെന്തോ ഇടപാടാ? ലീവിലിരിക്കുന്ന പോലീസുകാരന് വേണ്ടി നിയമം മാറ്റി എഴുതാൻ പറ്റുമോ? അല്ലേലേ നിനക്ക് ചീത്തപ്പരാ. നടക്കടാ. കൈയെടുക്കടാ, ഇല്ലെങ്കിൽ എടുപ്പിക്കും. ഞാൻ വരാം. കാരണം നീ ഇട്ടിരിക്കുന്ന കാക്കിക്കും നിന്റെ കയ്യിലിരിക്കുന്ന കോടതി ഉത്തരവിനും എന്റെ മനസ്സിലൊരു വിലയുണ്ട്. കേസ് എത്രയൊക്കെ വളച്ചൊടിച്ച് നീ നേടിയതായാലും ആ ഉത്തരവിട്ട നീതിപീഠത്തോട് എനിക്കൊരു ബഹുമാനമുണ്ട്. അതുകൊണ്ട് ഞാൻ വരാം. നടക്ക്. മോനെ. അയ്യോ. പുറകിൽ. അയ്യോ എന്റെ മോൻ. മോളെ. നിന്നെ തല്ലിയ സംവരണക്കാര് കൂട്ടത്തോടെ ഉണ്ടാക്കുന്നല്ലേ നീ വാചോടിച്ചത്? എന്നിട്ട് എവിടെ എവിടെന്ന് മറുപടി പറയടാ. നിന്റെ സ്റ്റേഷനിൽ നീ പെരുമാറുന്ന ലോക്കപ്പിൽ നിന്നെ എങ്ങനെയിട്ട് പൊരിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നടാ. അത് സാധിച്ചു. ഇങ്ങനെ കെട്ടിയിട്ട് തല്ലാൻ ഏത് മുകുന്ദം പോലീസിന് കഴിയും? ഈ വലങ്ങൊന്നഴി അപ്പ പഠിപ്പിച്ചു തരാൻ പണി അറിയാവുന്ന പോലീസുകാരന്റെ പണി. അനങ്ങാൻ വയ്യാണ്ടായിട്ടും ശൗര്യം തീർന്നില്ല അല്ലടാ. സക്കറിയ, അഴിച്ചോടവനെ. എന്താ ഉണ്ടാക്കുന്നതെന്ന് കാണട്ടെ. ആദ്യം കണ്ട അന്ന് തുടങ്ങിയതാ നിന്റെ ഈ സംവരണക്കാരെന്നുള്ള വിളി. നിന്റെ ശരീരത്തിലോടുന്ന അതേ ചോര തന്നെയാടാ ഇവിടുത്തെ പൊലയിന്റെയും പറയിന്റെയും കുറവിന്റെയും ദേഹത്തിലോടുന്നത്. അവർക്കില്ലാത്ത ഒരു എക്സ്ട്രാ ഫിറ്റിസും നിന്റെ 5-10 ബോഡിയിലില്ല. ഹരി എന്ന ദൈവമെന്നും ഹരിജനം എന്ന ദൈവത്തിന്റെ മക്കളെന്നും പറഞ്ഞ ആ വലിയ മഹാത്മാവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാ. നിനക്കിരിക്കട്ടെ ഈ സംവരണക്കാരന്റെ ഒരു സമ്മാനം. ഇന്ന് ജോയിൻ ചെയ്തു. പത്രത്തിലുണ്ടായല്ലോ, വായിച്ചില്ലേ? ഹലോ, ഇൻസ്പെക്ടർ ബൽറാം സ്പീക്കിംഗ്. ഹലോ, പിന്നെ എന്തുണ്ട് വിശേഷം? ആ മാറിക്കളോട് ഒന്നും പറയണ്ട. ഇവിടെ ഭയങ്കര ഇടി മഴയാ. അല്ല, ഇടിവെട്ടും മഴയാ. അവിടെ എങ്ങനെ ഇടിയുണ്ടോ? അല്ല, ഇടിവെട്ടും മഴയുണ്ടോ? മുത്തേ, ഞാൻ വന്നിരുന്നു. പക്ഷെ മതിലിന് പൊക്കം കൂടുതൽ കാരണം എനിക്ക് ചാടാൻ പറ്റില്ല. കാരണം എനിക്ക് പൊക്കം കുറവല്ലേ. അല്ലേ
സത്യസാറ് വയലന്റ് ആയെന്ന് DSP വിളിച്ചു പറയണം. ആരാ ഫോണിൽ തന്നെ? എടോ അതറിയാവുന്നതുകൊണ്ടാ ഈ സംഭാഷണം നിർത്താത്തത്. എടോ കിട്ടേണ്ടവന് കിട്ടിക്കഴിഞ്ഞാലേ ഈ ഫോൺ കട്ടാവൂ, കേട്ടല്ലോ? ഓ നിന്റെയൊക്കെ. പോലീസ് പൊട്ടനില്ലെന്ന് ആരാ പറഞ്ഞത്? ഇനി ഇടി കൊടുത്തിട്ട് അല്ല കണ്ടിട്ട് വരാം. സത്യം സാർ നല്ല ബെസ്റ്റ് ഇടിയാണല്ലേ, എടുക്കട്ടെ 2 എണ്ണം. കോൺസ്റ്റബിൾ ബൽറാം സല്യൂട്ടിംഗ് സാർ. എന്നെ കൊന്ന് Stop it! കാര്യം നമുക്ക് ഇയാളെ ഇഷ്ടമല്ല എന്ന് വെച്ച് ഇവിടെ കിടന്നവൻ ചത്തുപോയാ പിന്നെ നമ്മൾ സമാധാനം പറയേണ്ടി വരും. സാർ, ഇവൻ ഒരു കുഴപ്പമില്ല. ഇതെല്ലാം അവന്റെ അഭിനയ. കൂടുതൽ ആർഗ്യൊന്നും വേണ്ട, മതി. That's all. സത്യം സാറേ, ശരീരം മൊത്തം പഞ്ഞിക്കിട്ട് പോലെ ആയിക്കളന്നില്ല. പതുക്കെ എനിക്ക്. സാറ് വന്നില്ലായിരുന്നെങ്കിൽ ഈ കുന്ദൻ സാർ, മുകുന്ദൻ സാർ എന്നെ എനിക്ക് നിന്നോട് സഹതാപമൊന്നുമില്ല. കയ്യിലിരിപ്പിന്റെ ഗുണാ കിട്ടിയത്. പിന്നെ ഇനി സർവീസ് തിരിച്ചു തരാന്ന് വ്യാമോഹമൊന്നും വേണ്ട. വധശ്രമ കുറ്റം. അഭിനയം കലക്കിയിട്ടുണ്ട്. താങ്ക് യു. എന്നിട്ട് എന്ത് ഈ അവാർഡ് കിട്ടാത്തത്? ഞാനൊരു സോഡ വാങ്ങിച്ചോണ്ട് വരാട്ടോ. എനിക്കകത്തോട്ട് വരാമോ സാറന്മാരെ? യെസ്. സാർ, ഇയാളാ സത്യനെതിരെ പരാതി തന്നത്. ഒരബദ്ധം പറ്റിയതായിരുന്നു ആ പരാതി. ഞാനത് പിൻവലിക്കാൻ വന്നതാ. പിൻവലിക്കാനോ? അതെ സാറേ, കേസും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ നിങ്ങൾക്ക് തോന്നുമ്പോ കേസ് കൊടുക്കാനും പിൻവലിക്കാനും പോലീസ് എന്താ നിങ്ങളുടെ കളിപ്പിള്ളയോ? എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കേസ് പിൻവലിക്കണം. ഞാൻ വെറുതെ തന്ന പരാതിയാ. എന്നെ ആരും തല്ലിയിട്ടുമില്ല. പിന്നെ തന്റെ ദേഹത്ത് കാണുന്ന ഈ പരിക്കിളൊക്കെ അങ്ങനെ പറ്റിയാടോ? അത് ഞാൻ ബാത്റൂമിലൊന്ന് തെന്നി വീണതാ. സാർ ഇത് വാങ്ങിയില്ല. അങ്ങോട്ട് വിട്. ഓ, തുറന്ന് വിടുറോ അയാളെ. സാർ, ഹലോ. വീട്ടിൽ പോയി ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കുന്നത് നല്ലതാ. സത്യൻ, ഞാനാ ഇയാളെ കൊണ്ട് കേസ് പിൻവലിപ്പിച്ചത്. താങ്ക്സ്. നിനക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ലേ? ഇല്ല, ഞാൻ പിന്നെ ലീവ് എടുത്തു. ഇത് ഒറ്റ വലിക്കാൻ കുടിച്ചോ? എന്തത്? പെരുങ്കായം കലക്കിയത്. എന്തുട്ടാ നോക്കണേ? നിന്റെ അച്ഛന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം തന്നെ ഇതായിരുന്നു. പിടിച്ചേ. അതെന്താ അമ്മേ? സത്യം സാറിന്റെ അച്ഛന് സ്ഥിരമായിട്ട് ഇടികൊള്ളാണ് ജോലി. നീ മിണ്ടരുത് കരിമ്പൂച്ചെ. നീ ഒറ്റ എന്റെ മോനെ കൊണ്ടുവരുന്ന വഷളാക്കിയത്. ഓ